മഴനിഴൽ പ്രദേശമായ പാലക്കാട് കഞ്ചിക്കോട്ട് ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങിയാൽ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നമുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. കഞ്ചിക്കോട്ട് ബ്രൂവറി തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ വൻ അഴിമതിയുണ്ട്. ശാസ്ത്രീയ പഠനം നടത്തിയിട്ടാണോ കഞ്ചിക്കോട് ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങാൻ അനുമതി നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശാസ്ത്രീയ പഠനം നടത്തിയിട്ടാണോ കഞ്ചിക്കോട്ട് ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങുവാൻ അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. ആവശ്യപ്പെട്ടു. രഹസ്യമായി നടത്തുന്ന അഴിമതിയാണിത്. മന്ത്രി എം.പി. രാജേഷാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്നപ്പോൾ അന്ന് ആളുകളെ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി പറഞ്ഞതാണ്, അങ്ങ് ആഴ്ചകളോളം വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അന്ന് ഗവൺമെന്റ് രഹസ്യമായി കൊണ്ടുവന്ന ഒരു നടപടിയാണ്. ഞാനത് കണ്ടെത്തി ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരായിട്ട് ശക്തമായ പോരാട്ടം നടത്തിയത്. ഇപ്പോഴിത് ആരും അറിയാതെ, ഒരു ടെൻഡറും വിളിച്ചില്ല, ഒരു മാനദണ്ഡവും പ്രഖ്യാപിച്ചില്ല, ആരും അറിയാതെ ഇത് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുകയാണ്. ബ്രൂവറിയെക്കുറിച്ച് പഠിക്കാൻ നികുതി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 2018-ൽ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്ലാച്ചിമടയിൽ സമരം നടത്തിയവർ തന്നെയാണ് പുതിയ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്വകാര്യ മുതലാളിമാരെ സഹായിക്കാനാണ് ഇൻഡോർ കേന്ദ്രമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇത് വൻ അഴിമതിയാണ്. ഈ മന്ത്രിസഭാ യോഗ തീരുമാനം പിൻവലിക്കണം. പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രത്യേകിച്ച് കഞ്ചിക്കോട്ടെ ഈ മദ്യനിർമ്മാണ ഫാക്ടറി ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.